ഹായ് ആൾ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒരു മലേഷ്യൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ കോലാലംപൂരിലാണ് പോയിട്ടുണ്ടായിരുന്നത്, മലേഷ്യൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിൽ. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റി ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കോലാലംപൂരിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ കോലാലംപൂരിൽ സിറ്റി ടൂറിൽ വരുന്നത് പെട്രോണാസ് ട്വിൻ ടവർ വരുന്നുണ്ട്. 2 ട്വിൻ ടവർ ആയിട്ടുള്ള വലിയൊരു ബിൽഡിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മ്യൂസിയം വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പാർലമെൻറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെ മലേഷ്യയിലെ കോലാലംപൂർ സിറ്റിയാണ്. ഇതൊക്കെ പിന്നെ മലേഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മുസ്ലിം കൺട്രി ആണ്. ഇവിടുത്തെ മലേഷ്യയിലെ ആളുകൾ മലായൻസ് എന്നാണ് പറയാം. മലായി ആണ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. പിന്നെ ഇവിടുത്തെ കറൻസി വന്നിട്ട് റിങ്കറ്റ് ആണ്. റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1890 റുപ്പീസ് വരും, ഇന്ത്യൻ റുപ്പീസ് വരും ഇവിടുത്തെ കറൻസി. ഇതൊക്കെ സിറ്റി ടൂറിൽ വരുന്നതാണ്. പിന്നെ അവിടുത്തെ ഒരു പാർലമെന്റ് പോലത്തെ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ നാഷണൽ മ്യൂസിയം ആണിത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്തുകൂടെ അങ്ങനെ പാസ് ചെയ്തു. പിന്നെ ആ കാണുന്നതൊക്കെ മലേഷ്യൻ ഫ്ലാഗ് ആണ്. പിന്നെ ഇവിടെ മലായ് പീപ്പിൾ കൂടാതെ ഇവിടെ ചൈനീസ് പീപ്പിൾ ഉണ്ട്, അതുപോലെ തമിഴ് പീപ്പിൾ ഉണ്ട്. തമിഴ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അവർ മലേഷ്യൻ ഇന്ത്യൻസ് ആണ്. അവർ ഇന്ത്യൻസ് അല്ല, തമിഴ് സംസാരിക്കുന്ന മലേഷ്യയിലെ മലേഷ്യൻസ് തന്നെയാണ് അവർ. മലേഷ്യ ഇന്ത്യൻസ് ആണ് അവർ. നമുക്ക് കണ്ട അവർ ഇന്ത്യൻസ് ആണെന്ന് തോന്നിപ്പോവും, പക്ഷെ അവർ ശരിക്കും മലേഷ്യയിലുള്ള തമിഴ് പീപ്പിൾ ആണ്. പിന്നെ നമ്മൾ അവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്തിരുന്നു. അതായത് അവിടുത്തെ ചൈനീസ് പീപ്പിളിന്റെ, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ചൈനീസ് പീപ്പിളിന്റെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പോൾ അവിടെ ഒരു വെഡ്ഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. മലയൻസ് മെയിനായിട്ട് മുസ്ലിംസ് ആണ് വരുന്നത്. സെക്കൻഡ് ഡേ വന്നിട്ട് നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിലാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇങ്ങോട്ട് പോകുന്നത്, ഈ ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്നത് റോഡ് വഴിയല്ല, ഈ ഒരു കേബിൾ കാർ വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരു 15 to 20 മിനിറ്റ്സോളം ഉണ്ട് ഈ ഒരു യാത്ര. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് പേടിച്ചിരുന്നു, പിന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ട് വന്നു. ഇങ്ങനെ ഈ ഒരു കാടിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആകാശത്തിലൂടെയുള്ള ഈ ഒരു റോപ്പ് വേ ഉള്ളൊരു വേ ആണ്. അപ്പോൾ നമ്മൾ കാർ വഴിയോ അങ്ങനെ നമുക്ക് റോഡ് വഴി പോകാൻ പറ്റില്ല. ഈ ഒരു കേബിൾ കാർ ത്രൂ മാത്രമേ ആ ഒരു ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ല കാഴ്ചയായിരുന്നു. ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്തോറും ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഉള്ളിലേക്ക് പോകുന്തോറും ഇങ്ങനെ കോടമഞ്ഞ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ പേടിയാവും, പക്ഷേ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ അത്ര പേടി തോന്നിയില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താഴെ ഫുള്ള് കാടും മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്തോറും ഇതാ കോടമഞ്ഞ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് കോടയായിരുന്നു. നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇതെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള, കുറച്ച് ഉള്ളിലോട്ടായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഒരു കാട് ഏരിയ തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജെൻഡിങ് ഹൈലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാടിനകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് വിചാരിക്കും. അത്രയും റിസോർട്ട്സും മാളുകളും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സും ഫണ്ട്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ജെൻഡിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ്സോളം ഉണ്ട് കേട്ടോ. എന്താ ഇത് എത്താത്തതെന്ന് വിചാരിച്ചു പോകും. അത്രയും കുറച്ചധികം ദൂരം തന്നെയുണ്ട് ഈ ഒരു കാട്ടിനകത്ത് കൂടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കേബിൾ കാർ ത്രൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലൊക്കെ നല്ല കോട മൂടിയിട്ടുണ്ട്.
ജെൻഡിങ് ഐലൻഡ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. കുറേ ഹോട്ടൽസും റെസ്റ്റോറൻറ്റും അതുപോലെ മാളുകളും ഷോപ്പിംഗ് സെൻറ്ററുകളും ഒത്തിരി ഫുഡാണെങ്കിൽ ഫുഡ് മെയിനായിട്ട്, അതുപോലെ ഫണ്ണാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ ഒരുപാട് സംഗതി വരുന്നുണ്ട് അവിടെ. പിന്നെ ഇവിടെ ജെൻഡിങ് ഹൈലൻഡ്സിന് കയറുന്ന മുമ്പായിട്ടൊരു സ്ട്രോബെറി ഫാം ഉണ്ട്. അപ്പം നല്ലൊരു തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് സ്ട്രോബെറി ഫാം അങ്ങനത്തെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഡേ നമ്മൾ ഈ കാണുന്ന ബാറ്റു കേവ്സ് ആണ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു വലിയൊരു ഗുഹയാണ്. അപ്പോൾ ഇതിനകത്ത് ഹിന്ദു മതപ്രകാരമുള്ള ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്, ചെറിയ ചെറിയ ടെമ്പിൾസ് ആണ് വരുന്നത്. പിന്നെ ഇതൊരു 100-200 സ്റ്റെപ്സ് കയറിയിട്ടാണ് ഇങ്ങോട്ട് എത്തുക, ഈ ഒരു ഗുഹക്കകത്തേക്ക്. പിന്നെ പുറത്ത് വലിയൊരു മുരുകൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ നമ്മൾ പുട്രജായ മോസ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വലിയൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അവിടേക്ക് വിസിറ്റ് ചെയ്തു, കുറച്ച് ഏരിയാസൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോണ വഴി ഇതാ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജിനകത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് ആ കാണുന്ന ബ്രിഡ്ജാണിത്. നല്ലൊരു അടിപൊളി ബ്രിഡ്ജായിരുന്നു, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലേഷ്യൻ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.